ഹലോ, ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് നോക്കിയാലോ. ഇന്ന് തേങ്ങാക്കൊത്തും കുരുമുളകും ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. അതിന് കോവയ്ക്ക നീളത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക് കീറിയത്, ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ കോവയ്ക്ക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മൈ ബേസ് ബിൻസി. എൻ്റെ പേരും ബിൻസി നന്ദയാണ് കേട്ടോ. അതില്ലേ, പുറത്ത് പണി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയാണ് ഞാൻ ഓഡിയോ വോയിസ് ഓവർ കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെയും കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ മടിയുള്ളൊരു ജോലിയാണ് ഈ കട്ട് ചെയ്യുക, ഉള്ളി പൊളിക്കുക എന്നുള്ളത്. ആരെങ്കിലുമൊക്കെ കട്ട് ചെയ്തോ ഉള്ളി പൊളിച്ചൊക്കെ ഞാൻ പടപട ഇതേ പരിപാടികളൊക്കെ ചെയ്യും. നിങ്ങളും അങ്ങനെയൊക്കെയാണെങ്കിൽ കമൻറ്റ്. ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളി പിന്നെ തേങ്ങാക്കൊത്തും കൂടി എടുത്ത് നന്നായിട്ട് കുറച്ച് ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതിനകത്ത് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ചേർത്ത പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം, അതാണ് കുറച്ച് ടേസ്റ്റ് കൂടും. ഞാൻ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിൽ ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ചേർക്കാതിരിക്കാം. അതൊക്കെ അവനവൻ്റെ ചോയ്സ്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മുടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക എടുത്ത് ഇതിനകത്തേക്ക് തട്ടി മറിച്ച് അങ്ങോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. പിന്നെ കൊളസ്ട്രോളും അങ്ങനെ വലിയ വലിയ അസുഖങ്ങളൊന്നും അധികം ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ വീട്ടിൽ നമുക്ക് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി, കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം ഞാനിത് സിമ്മിൽ വെച്ച്, തീ സിമ്മാക്കി വെച്ചിട്ട് കുറച്ച് നേരം ഞാനിത് അടച്ച് വയ്ക്കും. പക്ഷേ അസുഖങ്ങളില്ലാത്തവർക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് അടച്ച് വെക്കാതെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റിയും ആയിരിക്കും. അത് ഹെൽത്തി അല്ല, അൺഹെൽത്തി. പിന്നെ നമ്മുടെ വീട്ടിലെ രോഗികൾക്കോ രോഗങ്ങളുള്ളവർക്കോ അസുഖമുള്ളവർക്കോ നമ്മൾ എത്രയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തൊക്കെ കൊടുത്താലേ പണി കിട്ടും. അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല. പിന്നെ എനിക്ക് മോനൊക്കെ കൊടുക്കുവാണെങ്കിൽ ഞാനങ്ങനെ ചെയ്യും. എന്നിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് സിമ്മിൽ വയ്ക്കുക. കോവയ്ക്ക് അവിടെ നിന്ന് പാകമായ നേരത്തേക്ക് നമുക്ക് പുറത്തേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ എൻ്റെ പൂച്ചക്കുഞ്ഞ് അവിടെ നോക്കാൻ പോയി. അപ്പോൾ പൂച്ചക്കുഞ്ഞ് അവിടെ നോക്കാൻ പോയപ്പോൾ അവനാണെങ്കിൽ ദേ ആ ചെടിയുടെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് പോയി കിടന്ന് ഉറങ്ങുന്നു. അവൻ്റെ അമ്മയും ചേട്ടനെയും ഒന്നും കാണാനില്ല, ഇവിടെ പോയാവും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പുളി നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ ചെമ്മീൻ പുളിക്ക് എന്താ പറയുന്നത്? കേട്ടോ. പൂച്ചേനെ കാണാനില്ല, തുണിയിടാനായിട്ട് മുകളിലോട്ട് വന്നപ്പോൾ കാന്താരി നിൽക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കാന്താരി ഉണ്ട് കേട്ടോ. ഇത് കാന്താരി പറിച്ചിട്ടേ ഉപ്പും വെള്ളവും തിളപ്പിച്ചിട്ട് കുറച്ച് വിനാഗിരി വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. കഞ്ഞിയൊക്കെ കുടിക്കുമ്പോഴൊക്കെ എടുക്കാറുണ്ട്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴില്ലേ, അമ്മപ്പൂച്ചയും പിന്നെ ആ വലിയവനെയും അവളുടെ ആദ്യത്തെ കുഞ്ഞ് അവനെ കാണാനില്ല. ഇതുങ്ങൾ രണ്ടും കൂടെ എങ്ങോട്ട് പോയാവോ എന്തോ. അമ്മപ്പൂച്ച ഭയങ്കര പെരുത്തൂറിയാണ് കേട്ടോ. നമ്മളടുത്തേക്ക് വന്ന് ഓടിപ്പോവും. അപ്പോഴത്തേക്ക് ഞാൻ വന്നു. നമ്മുടെ കോവയ്ക്കൊക്കെ റെഡിയായി. ഈ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണം. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മളിങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. പിന്നെ ഞാനിന്ന് കഴിച്ചത് രാവിലത്തെ 2 ഇടിയപ്പം ഉണ്ടായിരുന്നു, ചിക്കൻ കറിയും കോവയ്ക്കയും കൂടെ എടുത്തിട്ട് ഞാനവിടെ നിന്ന് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് കഴിക്കാറ്. ഞാനങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ ചോറധികം കഴിക്കാറില്ല. എനിക്കിതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.